അതിന് ഇപ്പോൾ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഒരു സ്കൂളിലുള്ള കുട്ടികൾക്ക് മുഴുവൻ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസുകൾ നൽകുന്ന ഒരു സ്കൂള് ഞാൻ ആദ്യമായിട്ട് കാണാണ്. അതിനുള്ളൊരു അഭിനന്ദനം ആദ്യം തന്നെ സുനിൽ സാറിന് അറിയിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പാതായിക്കര AUP സ്കൂളിന്റെ 108ാം വാർഷികവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീകല ടീച്ചർക്കുള്ള യാത്രയപ്പും വ്യത്യസ്തമായ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മുഖ്യാതിഥി ദേശീയ ചലച്ചിത്ര നേതാവ് ജേതാവായ സുരഭി ലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള പഠനാന്തരീക്ഷം ഒരുക്കണമെന്ന ദൌത്യത്തോടെ മുന്നേറുന്ന പാതായിക്കര AUP സ്കൂളിന്റെ 108ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീകല ടീച്ചർക്കുള്ള യാത്രയപ്പുമാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചത്. പൊതുസമ്മേളനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവായ സുരഭി ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസം സാമൂഹിക മുന്നേറ്റത്തിന്റെ ശക്തമായ അടിത്തറയാണെന്ന് MLA പറഞ്ഞു. അക്കാദമിക മികവിനൊപ്പം കലാകായിക മേഖലകളിലും വ്യക്തിത്വ വികസനത്തിലും വിദ്യാർത്ഥികളെ വളർത്തുന്ന വിദ്യാഭ്യാസ മാതൃകയാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്നും MLA ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കകം ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടം നമുക്കൊക്കെ അഭിമാനകരമാണ്. ഒരു വിദ്യാലയം എങ്ങനെയാണ് അതിൻ്റെ മാതൃക ഉണ്ടാക്കേണ്ടതെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സർഗപ്രതിഭകളായ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വിരമിക്കുന്ന നമ്മുടെ ശ്രീകല ടീച്ചർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. കലാസാധനകൾ പഠന സമ്മർദ്ദം ലഘൂകരിക്കുന്നു. ആത്മവിശ്വാസവും സൃഷ്ടിപരമായ ചിന്തയും വളർത്തുന്നതിൽ കലാരംഗം നിർണായകമാണെന്നും ദേശീയ ചലച്ചിത്ര അവാർഡ് നേതാവ് സുരഭി ലക്ഷ്മി അഭിപ്രായപ്പെട്ടു. ഈ സ്കൂളിൽ വന്നപ്പോൾ ഇവിടെ ഈ സ്കൂളിന്റെ വിഷൻ അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എത്ര ഭാഗ്യം ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ പല പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് അവിടെയൊക്കെ എന്താ കട്ട് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നടന്നു പോകുന്ന സ്കൂളുകളാണ്. വളരെ എക്സലായിട്ടുള്ള കുട്ടികളുണ്ടാവും, അക്കാഡമിക് തരത്തിൽ വളരെ ഉയർന്ന തരത്തിലുള്ള കുട്ടികൾ അഭിനന്ദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു 2024 മുതൽ 26 വരെയുള്ള അല്ലേ 25-26 വർഷത്തെ ഇവിടുത്തെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടപ്പോഴൊക്കെ സത്യത്തിൽ എത്ര കാര്യങ്ങളാണ് ഈ സ്കൂളിൽ. ഞാനത് വെറുതെ തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ വന്ന് മാക്സിമം അവരെ പൊക്കി പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല, മനസ്സറിയുന്ന പറയുന്നതാണ്. നിങ്ങളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ സ്കൂളിലെ അധ്യാപകരൊക്കെ രാജക്ക കൈയടിക്കാൻ പറഞ്ഞാണോ? അധ്യാപകരൊക്കെ ഇവിടെയുള്ള കുട്ടികളെ തീയിലാണ് കുരുത്തെടുക്കുന്നത്. അവരൊരിക്കലും വെയിലത്ത് പാടാൻ പോകുന്നില്ല. കാരണം അത്രയും സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഇപ്പോൾ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഒരു സ്കൂളിലുള്ള കുട്ടികൾക്ക് മുഴുവൻ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസുകൾ നൽകുന്ന ഒരു സ്കൂള് ഞാൻ ആദ്യമായിട്ട് കാണാണ്. അതിനുള്ളൊരു അഭിനന്ദനം ആദ്യം തന്നെ സുനിൽ സാറിന് അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പാഠ്യേതര നേട്ടങ്ങൾ അവതരിപ്പിച്ച റിപ്പോർട്ട് സ്കൂളിന്റെ സമഗ്ര മുന്നേറ്റം തെളിയിച്ചു. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് ഭാവി പദ്ധതികൾ അവതരിപ്പിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി PSC കോച്ചിങ്ങും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഭിമുഖമായ പരിശീലനവും ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇതിനായുള്ള കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞുവെന്നും തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും വ്യക്തമാക്കി. അടുത്ത വർഷം മുതൽ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. അതിന്റെ പ്രഖ്യാപനം ഇപ്പൊ നടത്തും. എന്തായാലും മാനേജ്മെന്റ് അത് തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ശ്രമങ്ങൾ, അതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞു. ഒന്നുകൂടി പറയട്ടെ, അടുത്ത അധ്യയന വർഷം മുതൽ 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് PSC കോച്ചിങ്ങും KAS ട്രെയിനിങ്ങും, PSC കോച്ചിങ്ങും കേരള അഡ്മിനിസ്ട്രേഷൻ സർവീസിന്റെ ട്രെയിനിങ്ങും കൊടുക്കാൻ പോവുകയാണ്.
PSC കോച്ചിങ്ങിലൂടെയും കേരള അഡ്മിനിസ്ട്രേഷൻ കോച്ചിങ്ങിലൂടെയും എന്തിനാണ് 7ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് നാം കൊടുക്കേണ്ടത് എന്ന് ചിന്ത നിങ്ങളിൽ വന്നിട്ടുണ്ടാകാം. ഞാൻ ഒന്ന് പറയട്ടെ, ഇത്തരം പരീക്ഷകൾ, ഇത്തരം ട്രെയിനിങ്ങുകൾ നമ്മുടെ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടി 10, 11, 12, 13, 14 ക്ലാസ്സുകളിൽ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് കുട്ടിക്ക് ഒരു പരീക്ഷ എഴുതാൻ, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പരീക്ഷകളെല്ലാം എഴുതാൻ സജ്ജമാക്കുക എന്ന ഒരു സന്തോഷം, അതായത് സജ്ജമായി കുട്ടി എല്ലാ പരീക്ഷയും പ്രാവീണ്യം നേടും. അത് പരീക്ഷ എഴുതാൻ കുട്ടി പ്രാവീണ്യം നൽകുക എന്നതാണ് ഈ ട്രെയിനിങ് കൊണ്ട് നമ്മുടെ പാതായ്ക്കര സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷം മുതൽ സ്കൂളിൽ നടപ്പിലാക്കുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് മുൻ വാർഡ് കൌൺസിലർ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. പാതായ്ക്കര AUP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും 1 ലക്ഷം രൂപ വരെയുള്ള അപകട നിവാരണ ഇൻഷുറൻസ് അടുത്ത ജൂൺ മുതൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. സ്കൂളിന്റെ ബ്രോഷർ അമ്പിളി മനോജ് കൌൺസിലർ പച്ചേരി സുബേറിന് നൽകി പ്രകാശനം ചെയ്തു. പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള സൗജന്യ പഠന കിറ്റ് ചലച്ചിത്ര സംവിധായകൻ ഹാജ മൊയ്നു നിർവഹിച്ചു. തുടർന്ന് സ്റ്റെപ്സ്, നുമാസ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം PV പ്രീതി, നിഷി സുബേർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങൾ ലയസമന്വയം വ്യത്യസ്ത അനുഭവമായി മാറി. ചടങ്ങിൽ P ശ്രീനിവാസൻ, M വിനോദ്, സെറീന, MP അർച്ചന, KG ശ്രീകല, സ്റ്റാഫ് പ്രതിനിധി ശ്രീ അബ്ദുൾ റഹീം, പ്രധാനാധ്യാപിക PM ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് മാനേജ്മെന്റ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസം, കല, ലക്ഷ്യബോധം ഈ 3 ഘടകങ്ങളും കൈകോർക്കുന്ന വേദിയായി പാതായ്ക്കര AUP സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.